വിഷയം അങ്ങ് എടുത്തോളൂ. ഇപ്പം നീറ്റ് ശരിയാണ്, 2024-ലും 2026-ലും ചില പ്രശ്നങ്ങളുണ്ടായി. പ്രശ്നങ്ങളിൽ നമുക്ക് ഈ സർക്കാർ അതിൽ നിന്ന് ഒളിച്ചോടിയോ? ഇപ്പോൾ 2026-ലെ വിഷയം തന്നെ എടുത്തോളൂ. മെയ് 3-ാം തീയതിയാണ് നീറ്റ് എക്സാം നടന്നിരിക്കുന്നത്. 4-ാമത്തെ ദിവസം NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് ഒരു ലീക്കേജ് അല്ലെങ്കിൽ ഒരു ഫ്രോഡ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. എന്താണ് ആ ഫ്രോഡ്? PV കുൽക്കർണി എന്ന് പറയുന്ന കെമിസ്ട്രി അധ്യാപകൻ, അദ്ദേഹത്തിനായിരുന്നു മറാഠിയിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ചുമതല ഉണ്ടായിരുന്നത്. അദ്ദേഹം അവസരം മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്റ്റുഡൻസിന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇത് വ്യാപകമായി സംഭവിച്ചൊരു കാര്യമല്ല, അവിടെ മാത്രം സംഭവിച്ചൊരു കാര്യമാണ്. പക്ഷേ റിസൾട്ട് അതിൻ്റെ അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്തു? 5-ാമത്തെ ദിവസം തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഗവൺമെന്റിനെ അറിയിച്ചു, കേസ് ഫയൽ ചെയ്തു, ഗവൺമെന്റ് ആ എക്സാം ക്യാൻസൽ ചെയ്തു. ജൂൺ മാസം 16-ാം തീയതിയോ മറ്റോ റീടെസ്റ്റ് നടത്തി, റിസൾട്ട് പ്രഖ്യാപിച്ചു. 20 ലക്ഷം പേര് പരീക്ഷ എഴുതി, 56% പേര് പാസ്സായി, അല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്ക് കിടക്കുന്ന സാഹചര്യമുണ്ട്. ഇത്ര ഈ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റ് അവിടെ എന്താ ചെയ്തത്? വിഷയം NTA പറഞ്ഞതോടുകൂടി, അല്ലെങ്കിൽ NTA ഈ വിഷയം ഉന്നയിച്ചതോടുകൂടി ആ വിഷയത്തിനെ ഓൺ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് അതിനെതിരെ നടപടി ഉണ്ടായി. CBIക്ക് അന്വേഷണം പ്രഖ്യാപിച്ചു. അതിന്റെ പുറകിലുണ്ടായിരുന്ന കൾപ്രിറ്റുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം വളരെ ഭംഗിയായിട്ട് റീടെസ്റ്റ് നടത്തി നീറ്റിന്റെ. ഓക്കെ, അപ്പോൾ ആ വിഷയം അവിടെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇവർ പറയുന്നത് എന്താണ്? നീറ്റുമായി ബന്ധപ്പെട്ടിട്ട് അല്ലാത്ത കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഈ പറയുന്ന പോലെ ഇപ്പോൾ തന്നെ ഇപ്പോൾ ഒരു PV കുൽക്കർണി, അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിച്ചു. അതിന് മുമ്പ് അഹ്നുൽ ഹക്ക് എന്ന് പറയുന്ന ഒരു സ്കൂൾ പ്രിൻസിപ്പൾ ആയിരുന്നു അത് ചെയ്തത്. അദ്ദേഹം ആ സ്കൂളിന്റെ പിൻവാതിൽ തുറന്നു കൊടുത്തു, ഒരാളെ കയറ്റി അതിനകത്തുനിന്ന് ഫോട്ടോ എടുപ്പിച്ചിട്ട് ലീക്ക് ചെയ്യിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഈ രണ്ടിടത്തും മോഷണമാണ് സംഭവിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിക്കുകയാണ് രണ്ട് കള്ളന്മാർ അകത്തൂടെ കയറി മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സംഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ഇന്റർവെൻഷൻസ് ഇതിനകത്ത് കുറയാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്തണം. അപ്പോൾ സ്ട്രക്ചറലി ഇത് മുഴുവൻ റീവാമ്പ് ചെയ്ത് കഴിഞ്ഞു. 2027 ഓൾറെഡി നേരത്തെ മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ടതാണ്. 2026 നിലവിലുള്ള സാഹചര്യത്തിലുള്ള നീറ്റ് ടെസ്റ്റിന്റെ അവസാനത്തെ പരീക്ഷ. 2027 മുതൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് മുഴുവൻ എൻക്രിപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നത്. ആ തലത്തിലുള്ള പരീക്ഷയാണ് നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇനി അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ? ഇനി അതിനെ നിങ്ങൾക്ക് കൂടുതൽ വലിയ സജഷനും തരാനുണ്ടോ? അതിന് കൂടുതൽ ഇംപ്രവൈസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ചർച്ച നടത്താം. ആ വിഷയത്തിൽ നമുക്ക് ചർച്ച നടത്താം. അപ്പൊ അതൊന്നുമല്ല, ഇവർക്ക് ഓരോ ആഴ്ച ഓരോ ആവശ്യമാണ്. ഈ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ വരുമ്പോൾ എന്ത് ചർച്ച നടത്തണമെന്നാണ് പറയുന്നത്? ഇവരുടെ ഉദ്ദേശത്തിൽ എന്തെങ്കിലും സംശയിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും സംശയിക്കേണ്ടതുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇവർ ജെനുവിനായ ഒരു വിഷയമല്ല ഉന്നയിക്കുന്നത്. ഇവരുടെ ആവശ്യങ്ങൾ ഈ പറയുന്നത് പോലെ ഓരോ ആഴ്ചയും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഈ പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി വളരെ വൈകാരികമായിട്ട് അതിനിപ്പോൾ വിദ്യാർത്ഥികളെ ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആവട്ടെ ഇളക്കി വിടുക എന്ന് പറയുന്നതാണ്. അത് മാത്രമേ ഇവർ ചെയ്യുന്നുള്ളൂ. ഇത് എന്താ ചെയ്യുന്നത്? ഇതിന് ശേഷം ഇപ്പോൾ നമ്മൾ ബംഗ്ലാദേശിൽ റിസർവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു ബഹളം, ആ ബഹളവും കൊണ്ടാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്? ആ ഒരു ഗവൺമെന്റിനെതിരായിട്ട് വലിയ ഒരു പ്രശ്നമാക്കി അതിനെ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അതേ പാറ്റേൺ ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. വിഷയം ഒരു നീറ്റ് വിഷയം എടുത്തു, നീറ്റ് വിഷയം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള കാര്യത്തെക്കുറിച്ച്